അല്ല മോൻ്റെ ഒച്ചയല്ലേ കേട്ടത്? മോനിപ്പോൾ അങ്ങനെയാന്ന് ഉറക്കത്ത് സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നതാ. എനിക്ക് ആകെ ബേജാറാണ്. ആർക്കും കാണിക്കണോളെ. അതൊന്നും വേണ്ടടോ, ഓനൊന്നുമില്ല. പിന്നെ ഓൻ്റെ അച്ഛനും അമ്മയും ഓൻ്റെ കൺമുന്നിൽ വെച്ചിട്ടല്ലേ പ്രളയത്തിൽ മരിച്ചത്. അതെല്ലാം വിചാരിച്ചിട്ടായി നാരങ്ങ കൊടുക്കുവാനെ. ഇതല്ലേ ഉണ്ടോ ഓൻ തിന്നുന്നേ? ജ്യൂസായിട്ട് അടിച്ചു കൊടുക്കടോ. നിങ്ങളോട് കുറേ സമയം ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ചെക്കൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലോ മാറ്റേണ്ടേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. നീ ബേജാറാവണ്ടോ, അതൊന്നും സാരമില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ അതിലുണ്ടാവും. പിന്നെ നാളെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ആണ്ട ഇഞ്ഞോനോട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു കേട്ടോ. അത് ഞാൻ പറഞ്ഞു. ഞാൻ പൈൻ അയച്ചെടുത്തു. ജ്യൂസ് അടിച്ചു കൊടുക്കണം. അല്ല മോനെ, വേഗം പല്ല് വെച്ച് കുളിച്ചിട്ട് സ്കൂളിൽ പോകണ്ടേ? ദോശയാ മോനെ. അമ്മമ്മക്ക് പെൻഷൻ പൈസ വന്നിട്ടുണ്ട്. 3 തുണ്ടി എന്നോ കഴിച്ചാൽ കേട്ടാ. അതൊക്കെ ഉണ്ട് പറയാം. ചങ്ങായി എന്നാ കളിക്കുന്നത്. എത്ര നേരായി വരുന്നുണ്ട്. കുറെ നേരാലും പോയിട്ട്. ഇവനേതാ? ഇത് മോനൂട്ടൻ. നമുക്ക് ആവശ്യം വരും. ഇവനാ വയസ്സന്മാരുടെ ജീവിക്കുന്നല്ലേ, കണ്ടിട്ട് നല്ല പരിചയം. 60കളുടെ വസന്തങ്ങളോട് ജീവിക്കുന്ന 2K കിഡ് മോനൂട്ടൻ. അയ്യോ 2K അല്ലല്ലോ, അതിലും ചെറുതാണല്ലോ. കഥയൊക്കെ പിന്നെ പറയാം, നീ വേഗം സാധനം എടുക്ക്. ഇതേപോലെ രസമുള്ള വേറെ സാധനം, പക്ഷെ അതിന് കുറച്ച് പൈസ വേണ്ടി വരും. അച്ഛനൊന്നും പെൻഷൻ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ എടുത്തു. ആ കളം മറക്ക്, എന്തിനാടാ പൈസ? അത് നീ എടുത്തോ. രാധേ രാധേ, മോനിട്ട് അമ്മമ്മ എവിടെ? നമ്മളോടേക്ക് ചെന്നാക്കറ. രാധേ, എന്താ പറ്റിയേ? എണീക്ക്. പൈസ സ്വഭാവത്തിലെന്തോ മാറ്റം ഇപ്പൊ കണ്ട. അമൽകൃഷ്ണൻ്റെ പേരൻസ് അല്ലേ? അമൽകൃഷ്ണൻ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലോ. സർ, എൻ്റെ
ക്ലാസ്സിലെ അമൽകൃഷ്ണൻ എന്ന കുട്ടി ഈയിടെ ക്ലാസ്സിൽ വരുന്നില്ല. ഞാൻ അവൻ്റെ പേരൻറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പേരൻറ്റ് പറയുന്നത് പറഞ്ഞാൽ ആ വീട്ടിലും അവന് സ്വഭാവത്തിൽ നല്ല മാറ്റം കാണുന്നുണ്ടെന്ന്. പിന്നെ കുട്ടികളടുത്ത് ചോദിച്ചപ്പോൾ കുട്ടികളും പറയുന്നത് അവന് ഏതോ ആൾക്കാരുടെ ബൈക്കിൻ്റെ പിറകിൽ കയറി പോകുന്നുണ്ട്. ഈ അടുത്തായി ഒരു പയ്യൻ നമ്മുടെ സ്കൂളിന് ചുറ്റും ഇങ്ങനെ കറങ്ങി കിടക്കുന്ന ഒരു പേരും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവൻ്റെ കൂടി ആയിരിക്കും അവൻ പോയെന്നറിയില്ല. നമുക്ക് ഏതായിരുന്നാലും പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കാം, അവരൊന്ന് അന്വേഷിക്കട്ടെ. ഇവനെ കൂട്ടുകാരാ വന്ന്? യഥാർത്ഥത്തിൽ ഇവന് അച്ഛനും അമ്മയും ഇല്ല സാറേ. കഴിഞ്ഞ പ്രളയകാലത്ത് 2 പേരും മരണപ്പെട്ടു പോയതാണ്, താമസിക്കുന്ന കുടിൽ പോലും. ഇപ്പോൾ ഇവനെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും ഇവൻ്റെ അച്ചാച്ചനും അമ്മമ്മയാണ്, ഒപ്പം ഞങ്ങൾ മാഷുമാരും. എന്നാ അവരെ വിളിക്കും. കൃഷ്ണേട്ടാ, പിന്നെ നിങ്ങൾ കേസിൽ പെടുത്താൻ മതി. അത് ഇവർ കരഞ്ഞ് കാല വിളിച്ച് പറഞ്ഞോണ്ടാ. നീ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പിള്ളേരെ കണ്ടോ? അവര് നിന്നെ ഒന്ന് തിരിഞ്ഞു പോലെ നോക്കിയാൽ പോയത്. മോനെ, ഒരു പ്രശ്നം വരുമ്പോൾ നിന്നെ സഹായിക്കാൻ ഈ അച്ചാച്ചനും ഈ അമ്മമ്മയും അതുപോലെ ഈ മാഷന്മാർ മാത്രമേ ഉണ്ടാവും. അറിയാം നീ? വേണ്ട സാറേ, ഓനെ തല്ലണ്ട. ഞങ്ങൾക്ക് ഓനേ ഉള്ളൂ. ഈ വയസ്സുകാലത്തും പണിക്ക് പോകുന്നത് അവന് വേണ്ടി മാത്രം. നാളെ കാലം വരെ ഓനൊരു കുറവും ഉണ്ടാകരുന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സ്നേഹം കണ്ടോ? ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നും ഒന്നും കിട്ടാത്ത ഒരു സാധനം ഇതുപോലത്തെ സ്നേഹം. നീ ആദ്യം സ്നേഹിക്കാൻ പറ്റും, എന്നിട്ട് ഇവരെ നിന്നെ സ്നേഹിച്ചതിൽ പകുതിയായിരിക്കും തിരിച്ചു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കായക്കൊടി AMUP സ്കൂൾ സംഘടിപ്പിച്ച ഈ വലിയൊരു പരിപാടി, ഈ പരിപാടിയിൽ സ്വാഗതം പറയുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എൻ്റെ കർത്തവ്യം. പ്രിയപ്പെട്ടവരെ, ലഹരിക്കെതിരെ ഈ വിദ്യാലയം നടത്തുന്ന ക്യാമ്പയിൻ്റെ ഒരു ഉദ്ഘാടന വേദിയാണ് ഇത്. ഈ വേദിയിലെത്തിയ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യം നേരുകയാണ്. ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ സംഘാടക സമിതി ഏകകണ്ഠമായി തീരുമാനിച്ചത് സ്ഥലം സബ് ഇൻസ്പെക്ടർ ശ്രീ അനിൽ സാറെയാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. തൻ്റെ ഔദ്യോഗിക നിർവഹണത്തിനിടയിൽ സാമൂഹിക പ്രതിബദ്ധത എന്ന നിലയിൽ ഈ ലഹരിക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനം, ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന കർശനമായ നിയമ നടപടികൾ, ഇതൊക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സമൂഹത്തിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്താണ് ഈ ലഹരിയുടെ ഉപയോഗം. പക്ഷേ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അധ്യാപകരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നിരന്തരമായ ഇടപെടൽ മൂലം ഒരു പരിധിവരെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ചെറു പ്രായത്തിൽ തന്നെ നിങ്ങളായിട്ട് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കരുത്. നമുക്കൊരു പുതു തലമുറയെ, ഒരു നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത കൂടി ഈ സദസ്സിന് സമർപ്പിക്കുകയാണ്. ഈ വിദ്യാലയം ലഹരിക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച AMUP പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അമൽകൃഷ്ണയെ ഈ വേദി ആദരിക്കുകയാണ്. ശ്രീ അമൽകൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അമൽകൃഷ്ണ ഈ സദസ്സിനെ അഭിമുഖീകരിച്ച് 2 വാക്ക് സംസാരിക്കുന്നു. സംസാരിക്കാനൊന്നും അറിയില്ല, എന്നാലും 2 വാക്ക് പറയാം. എൻ്റെ ഈ നേട്ടങ്ങൾക്കൊക്കെ
പിന്തുണ തന്ന എൻ്റെ അച്ചാച്ചനും അമ്മമ്മയാണ്. പിന്നെ എനിക്ക് പിന്തുണ തന്ന മാഷന്മാരും SI സാർ നൽകിയ പല വാക്കുകളും എൻ്റെ ജീവിതത്തിൽ പകർന്നപ്പോഴാണ് എന്നിൽ മാറ്റം ഉണ്ടായത്. നമ്മളെയും നമ്മളുടെ കഴിവിനെയും നശിപ്പിക്കുന്ന ഒറ്റ കൂട്ടുകെട്ടിനും നമ്മൾ ചേരാൻ പാടില്ല. യെസ് പറയേണ്ടിടത്തിൽ യെസ്സും നോ പറയേണ്ടിടത്തിൽ നോയും നമ്മൾ പറയണം. ഇതാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.